കാർത്തിക കുടിക്കാൻ എടുത്തു വെച്ച പാല് ഇവനെങ്ങനെയാ കുടിക്കുക? ആ പാലെടുത്ത് കുടിക്കാൻ വാസു എങ്ങനെയാ ഇവനോട് പറയാ? സൂക്ഷിക്കണ്ടേ വസു? കാർത്തികയെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കണ്ടേ? നീ ഇനി അവരെക്കുറിച്ചും ആലോചിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കരുത്. ഉണ്ണി, സോറി അമ്മ. ഞാൻ കാരണം അമ്മ വഴക്ക് പറഞ്ഞു. അങ്ങനല്ല ഉണ്ണി. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാ നിനക്ക് മുത്തശ്ശിയുടേന്ന് വഴക്ക് കിട്ടിയത്. ഞാനാ നിന്നോട് സോറി പറയേണ്ടത്. ഞാൻ മനഃപൂർവ്വം ചെറിയമ്മ എടുത്തു വെച്ച പാല് കുടിച്ചതല്ല അമ്മേ. അമ്മ കൊണ്ടുവച്ച പാലാണെന്ന് കരുതി എടുത്ത് കുടിച്ചേ. അതെനിക്ക് മനസ്സിലായി ഉണ്ണി. ഞാൻ ആ സമയത്ത് കിച്ചണിലേക്ക് പോകാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചെറിയമ്മയുടെ വയറ്റിലുള്ള വാവയെന്ന് വെച്ചാ എനിക്ക് വലിയ ഇഷ്ടാ അമ്മേ. ആ ബേബി കാരണമല്ലേ ചെറിയമ്മ ചെറിയച്ഛനെ വിട്ടു പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ആ ബേബി ജനിക്കാൻ പോകുന്നതോർത്ത് ചെറിയച്ഛൻ എന്ത് സന്തോഷത്തിലാ. ആ ബേബി വിശന്നിരിക്കണമെന്ന് ഞാൻ എന്തിനാ അമ്മയെ കരുതുന്നേ? എനിക്ക് അനുവും കീർത്തി എങ്ങനെയാണോ ആ ബേബി അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് കരയാൻ തോന്നുന്നുണ്ടമ്മേ. ചിരി വരുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നത്. മുത്തശ്ശിയുടെ കണ്ണില് ആദ്യ ദിവസം തന്നെ ഞാൻ ബാഡായി. അതൊന്നും സാരമില്ല ഉണ്ണി. മുത്തശ്ശിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. കാരണം മുത്തശ്ശിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്. എല്ലാം മറന്ന് എന്റെ ഉണ്ണി ഹാപ്പി ആയിട്ടിരിക്കും. എനിക്ക് വേണ്ടി ഒന്ന് ചിരിക്കോ? നിന്നെ എങ്ങനെ ചിരിപ്പിക്കും? മങ്കിയെ പോലെ ചാടട്ടെ? കഴുതെ പോലെ ഒച്ച വെക്കട്ടെ ഞാൻ? എന്നാ പൂച്ചയെ പോലെ നടക്കട്ടെ? ക്യാറ്റ് വാക്ക് ചെയ്യട്ടെ ഞാൻ?
സ്മൈൽ. ചിരിക്കില്ലേ? ചിരിക്കില്ല? ഓക്കെ. ചിരിക്കില്ലേ? പിന്നെ ഉണ്ടല്ലോ സീരിയസ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോ? കണ്ടില്ലേ, അവൻ ചിരിക്കില്ലെന്ന്. നിന്നെ ചിരിപ്പിക്കാൻ പറ്റും. എന്റെ ഉണ്ണിമോനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ? അപ്പോഴേ ഗുഡ് ബോയ് ആയിട്ടിരിക്കും. സോറി അച്ഛാ. ഏയ്, നോ സോറി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കൊറേ നേരമായിട്ട് ഞാനും ഇതല്ലേ അച്ഛ പറയുന്നേ, പക്ഷെ ചേട്ടൻ ചിരിക്കാതെ ഡള്ളായി ഇരിക്കായിരുന്നു. ഇപ്പൊ അച്ഛൻ മോളുടെ ചേട്ടനെ ചിരിപ്പിച്ചില്ലേ? ഇപ്പൊ ചേട്ടൻ നല്ല ഹാപ്പിയാ. അപ്പൊ ഞാനും ഹാപ്പിയാ. നാളെ സ്കൂളിൽ പോകണ്ടേ? പെട്ടെന്ന് രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങ്. ഓക്കെ അമ്മേ. ചേട്ടൻ എനിക്ക് കഥ പറഞ്ഞു തരും, അത് ഞാൻ കേട്ടുറങ്ങിക്കോളാം. ഗുഡ് നൈറ്റ് ഉണ്ണി. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ്. ഗുഡ് നൈറ്റ് അമ്മേ. ബൈ. ഗുഡ് നൈറ്റ്. വസുന്ധര, ഒരു മിനിറ്റ്. തന്നോട് സംസാരിക്കാനുണ്ട്. എന്താ ഏട്ടാ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നോട് സോറി പറയോ? ഞാൻ അമ്മയെ ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല ഏട്ടാ. അമ്മയെ മാത്രമല്ല, ഇളയമ്മയും കാർത്തികയും കൂടി താൻ തെറ്റിദ്ധരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവര് 3 പേരും ഉണ്ണിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി വസുന്ധര. അതൊരു ചെറിയ തെറ്റിദ്ധാരണയല്ലേ? ഞാനത് അപ്പൊ തന്നെ മറന്നു. അതൊരു തെറ്റിദ്ധാരണയല്ല. കാർത്തിക വേണമെന്ന് വെച്ച് തന്നെ അങ്ങനെ ചെയ്തേ. എന്താ ഏട്ടാ ഈ പറയുന്നേ? കാർത്തിക വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. തന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിരിക്കുക. എന്നോട് എന്തിനാ കാർത്തിക പ്രതികാരം ചെയ്യുന്നത്? കാർത്തിക ഡിവോഴ്സ് വാങ്ങി പോകാനായി ശ്രമിച്ചപ്പോ താൻ തടഞ്ഞതാണ് കാരണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല ഏട്ടാ. അഖിലിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ കാർത്തിക ഇവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ താൻ വിചാരിക്കുന്നു. പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമാണ് അവൾ ഇവിടെ നിന്നത്. ഇല്ല ഏട്ടാ, അഖിലിനോട് അവൾക്കുള്ള സ്നേഹം, അതുമാത്രമല്ല അവൾക്ക് സ്വത്തും കിട്ടാൻ പോവല്ലേ. അതുകൊണ്ടാ കാർത്തിക ഇവിടെ തന്നെ നിൽക്കുന്നത്. സ്വത്ത് കിട്ടുന്ന സന്തോഷം അവളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അതിനു മുമ്പ് അവൾ അഖിലിനെ എങ്ങനെയൊക്കെ അപമാനപ്പെടുത്തിയെന്ന് താൻ കണ്ടതല്ലേ. ഗവൺമെന്റ് ടെൻഡർ കാര്യത്തില് അഖിലിനെ പറ്റിച്ച് ആ ആദിത്യന് ഫേവർ ചെയ്യാൻ ശ്രമിച്ചോളാണ് അവൾ. അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്താ ഏട്ടാ ഇങ്ങനെ? ദേഷ്യം വരുമ്പോ പലതും പറഞ്ഞെന്ന് വരും, പല കാര്യങ്ങൾ ചെയ്തെന്നും ഇരിക്കും. ദേഷ്യം മാറുമ്പോ അതൊക്കെ ഓർത്ത് വിഷമിക്കും. കാർത്തികയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചറിവാ വന്നിരിക്കുന്നേ. താൻ പറയുന്നത് അവൾക്ക് തിരിച്ചറിവുണ്ടായെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് റിവഞ്ച് തന്നെയാണെന്നാണ്. ഏട്ടൻ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കുന്നതാ. ഇന്നലെ രാത്രിയും കാർത്തിക ഏട്ടൻ ഇതുപോലെ സംശയിച്ചത്. ശരി, താനൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഇളയമ്മയുടെ കൂടെ ചേർന്ന് കാർത്തിക ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അമ്മയെ കൊണ്ട് തന്നെ വഴക്ക് പറയിപ്പിച്ചെന്ന് വരും. താൻ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ശരി ഏട്ടാ. ഏട്ടൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഞാനും ശ്രദ്ധിക്കാം ഏട്ടാ. ഏട്ടൻ വാ. അതെ, ആരാ? വാതിൽ തുറക്കാവോ? സുമങ്കരിയുടെ ശബ്ദം പോലെ അല്ലല്ലോ. എന്നെ അന്വേഷിച്ച് ആരാ വന്നിരിക്കുന്നേ? ആരാ നിങ്ങൾ? ജനസംഖ്യ കണക്കെടുക്കാൻ വന്നതാ. കണ്ടിട്ട് വളരെ സുന്ദരിയാണല്ലോ. അകത്ത് വിളിച്ചിരുത്തി സംസാരിച്ചാലോ? അകത്തേക്ക് വരൂ. വീട്ടിൽ ആരൊക്കെയുള്ള? വീട്ടിലെ
എടി ആരടി നീ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി എന്റെ മജ്നുവിന്റെ ദേഹത്ത് തൊട്ടത്? എന്റെ റോമിയോയെ തൊടുവല്ലേ? എന്റെ രാജയെ തൊടുവല്ലേടി നീ? ഇതാണോ നിങ്ങളുടെ മജ്നു, റോമിയോ, രാജയും? എന്റെ ഷാജഹാൻ ഇത് തന്നെയാടി. ആനയെക്കാട്ടി ചെറുതാണെങ്കിലും ഒരു എരുമയുടെ അത്രയുണ്ട്. എന്നിട്ട് ഇയാള് നിങ്ങളുടെ ലവർ. അതെ, ഇയാള് ദാരിദ്ര്യം പിടിച്ചവനായിരിക്കും, മോശപ്പെട്ടവനായിരിക്കും, കരുണയില്ലാത്തവനും കാണാൻ കൊള്ളാത്തവനും ആയിരിക്കും. അതുകൊണ്ട് നിനക്കെന്താ? നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ എന്റെ രാജ്യത്തെ തന്നെ വന്ന് തൊടാൻ? ഇന്ന് നീ തീർന്നടി. എന്റെ മുടി പിടിക്കുന്നോ നീ? ഒന്ന് നിർത്തുന്നുണ്ടോ? മതി മതി. നിനക്ക് എന്ത് ധൈര്യടി? ഇവിടെ ഞാൻ രാജ. അയ്യോ രാജ, രാജ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എടി എന്റെ രാജയെ നീ തള്ളിയിടും അല്ലേ? നീ എന്നെ അടിക്കോ? എന്റെ രാജയെ നീ അടിക്കോ? എന്നെ അടിക്കാൻ നീ കയ്യോ? നിന്റെ ഞാൻ ഇന്ന് ഇവളെ ഞാനെന്ത് കൊല്ലും. നിങ്ങളെ ദേഹത്ത് തൊടു ഇവള്. അവർ താഴെ വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചു. നിങ്ങൾ അവളെ പിടിച്ചെന്നോ? വേണ്ട രാജ, നിങ്ങളുടെ കൈകൾ എന്നെ തൊടാനുള്ളതാ. നിങ്ങളെ ചുംബനങ്ങൾ എന്റെ കവളിന് മാത്രം അവകാശപ്പെട്ടതാ. നിങ്ങളുടെ മനസ്സിൽ ഞാൻ മാത്രം മതി. നിങ്ങൾ എന്റെ സ്വന്തമാണ് രാജ. ഇവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോ എന്റെ വികാരമെല്ലാം നശിച്ചോണ്ടിരിക്കുക. എന്നെ നീ അടിച്ചു അല്ലേ? നിന്നെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാടി. എപ്പ വേണേലും വാടി. നീ ഒറ്റയ്ക്ക് വന്നാലും ശരി, 10 ആളെ കൂട്ടിട്ട് വന്നാലും ശരി, 10 പ്രാവശ്യം വന്നാലും ശരി, ഞാൻ റെഡി. നിനക്ക് വെച്ചിട്ടുണ്ടടി. കാണിച്ചു തരോടി. പോടി. എന്തിനാ നിങ്ങൾ അവരോട് വഴക്കിടാൻ പോകുന്നേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല രാജ. ഒരു പെണ്ണ് എന്തൊക്കെ സഹിച്ചാലും ഇതൊന്നും ഒരിക്കലും സഹിക്കില്ല രാജ. നല്ലൊരു ഫിഗറിന് ഞാൻ മിസ് ചെയ്തല്ലോ. എല്ലാം ഈ കിളവി കാരണമാ. ഇപ്പൊ എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങൾക്ക് എന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വന്നതാ. നിങ്ങളുടെ പാചകം വളരെ മോശമായിരിക്കുമെന്നൊന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ? ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രാജ. നല്ല രുചിയായിട്ട് ഉണ്ടാക്കി തരാം. ശരി, പെട്ടെന്ന് പാചകം ചെയ്ത് തുലയ്ക്ക്. എന്താ രാജ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് പാചകം ചെയ്തിട്ട് പൊയ്ക്കൊള്ളാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവൂന്നാ പറഞ്ഞേ. ഈ രാജയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹ. അയ്യോ മുത്തശ്ശി, എന്തു പറ്റി? ഇങ്ങോട്ടിരിക്കും മുത്തശ്ശി, ഇരിക്കെ. കാണിച്ചു നോക്കട്ടെ. അയ്യോ, ബ്ലഡ് വരുന്നല്ലോ. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ മുത്തശ്ശി. ബ്ലഡ് വരുന്നു, നോക്കിക്കേ. എന്താ ഉണ്ണി, എന്തു പറ്റി? മുത്തശ്ശിയുടെ കാല് മുറിഞ്ഞു അമ്മേ. അയ്യോ, ബ്ലഡ് വരുന്നുണ്ടല്ലോ. ഉണ്ണി, വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. ആ, കൊണ്ടുവരാമേ. അമ്മേ, ദാ അമ്മേ. ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ഇവരെ ആവശ്യമില്ലാതെ ഞാൻ തെറ്റിദ്ധരിച്ചു.
അമ്മയ്ക്ക് എന്ത് പറ്റി വസു? മുത്തശ്ശിയുടെ കാല് തട്ടി മുറിഞ്ഞു വല്യച്ഛ. അയ്യോ, എങ്ങനെ പറ്റിയതാ അമ്മേ? ഏട്ടാ, ഡോക്ടർ ഫോൺ ചെയ്യാ. വാ അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട അബി, ചെറിയ മുറിവാ. വസു ഉണ്ണിയും ഫസ്റ്റ് എയ്ഡ് ചെയ്തല്ലോ, ഇനി അത് ഉണങ്ങിക്കോളും. അമ്മേ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ? വലിയ വേദനയൊന്നും ഇല്ല വസു. ഹോസ്പിറ്റലിലേക്ക് പോവാം മുത്തശ്ശി. ഡോക്ടർ ഇഞ്ചക്ഷനും തന്ന് ടാബ്ലറ്റും തരും മുത്തശ്ശി. പിന്നെ വേദനയും കുറയും. ഇപ്പൊ തന്നെ കുറഞ്ഞുണ്ണി. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം കണ്ടപ്പോ വേദന പൂർണ്ണമായിട്ടും മാറി. രാത്രി ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ നിനക്ക് വേദനിച്ചോ? സോറി ഉണ്ണി. മുത്തശ്ശി എന്തിനാ വെറുതെ എന്നോട് സോറി പറയുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കുക ചെയ്യണ്ടേ. വസു, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ വീട്ടിലെ മുതിർന്ന ആളാ, എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെ. ഞാൻ തെറ്റ് ചെയ്താ വഴക്ക് പറയാനുള്ള അധികാരമുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ കാര്യത്തില് ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. അതെ അമ്മേ, അമ്മയുടെ കാര്യം മാത്രമല്ല, ഈ വീട്ടിൽ ആരായിരുന്നാലും ശരി, വസു അവരോട് നല്ല മനസ്സോടു കൂടിയേ പെരുമാറൂ. പേരിന് മാത്രമേ ഉള്ളൂ ഞാൻ മൂത്ത മരുമകള്, പക്ഷെ നല്ല മനസ്സ് വസുവിൻ്റെതാ. ശരി അമ്മേ, വസുവിനെ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഞങ്ങൾക്ക് ഓർമ്മ വരും. പ്രായത്തിലുള്ളതാണെങ്കിലും വസു ഈ വീടിന്റെ അമ്മയാണ്. എല്ലാരും ചേർന്ന് വസുവിനെ പ്രശംസിക്കുക. ഇതൊക്കെ കേട്ട് ഏടത്തിയുടെ മനസ്സങ്ങനെ മാറുമോ? കുട്ടിക്കാലത്ത് അമ്മ എന്നെ എങ്ങനെയാണ് നോക്കിയിരുന്നത്, ഇപ്പൊ വസു എടുത്തി എന്നെ അങ്ങനെയാ അമ്മയെ നോക്കുന്നേ. അഭിയേട്ടനും വസു എടുത്തിയും എനിക്ക് മോട്ടിവേഷൻ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോട് പോലും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ ഇവർക്ക് വേണ്ടിയാണോ നീ ജീവിക്കുന്നേ? നിനക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല ഇളയമ്മ പറഞ്ഞത്. എന്ന് അഭിയേട്ടനും വസു എടുത്തിയും എല്ലാവരെക്കാളും ഒരുപടി മേലെയാണ്. ഞാനൊന്നും ചെയ്യാറില്ല അഖിൽ. എന്നെ എന്തിനാ കുറച്ച് കാണുന്നേ? ഈ വീട്ടിൽ ആരെയും വില കുറച്ച് കാണുന്നില്ല കാർത്തിക. എല്ലാവരും തുല്യരാണ്, നമ്മൾ എല്ലാവരും ഒന്നാണ്. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അബി. എല്ലാരെക്കാളും നീയും വസു ആ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരെക്കാളും നിങ്ങളാ വലുത്, നിങ്ങളാ ഗ്രേറ്റ്. ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. എന്ന് ഇനി ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലിയൊക്കെ ഇളയുമ്പോൾ നോക്കിക്കോ.